ദേവാലയ കൂദാശയ്ക്കായി തയ്യാറെടുത്ത് മരട് ജാന ഇടവക. ജീവന്റെ മധ്യസ്ഥയായ വിശുദ്ധ ജാനയുടെ പുതിയ ദേവാലയം ഈ വരുന്ന ഏപ്രിൽ 28 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് മാർ ജോസഫ് പാമ്പ്ളാനി കൂദാശ ചെയ്യുന്നു. അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് പുതിയടത്ത്, തൃപ്പൂണിത്തുറ ഫൊറോന വികാരി ഫാദർ ജോസഫ് താമരവിളി, മാതൃ ഇടവകയായ പൂണിത്തുറ പള്ളിയുടെ വികാരി ഫാദർ ബിജു പെരുമായൻ, മുൻ വികാരിമാരുടെ പ്രതിനിധിയായി ഫാദർ ജസ്റ്റിൻ കൈപ്പർമാടൻ എന്നിവർ സഹകാർമ്മികരാകും. പ്രസിദ്ധ സംഗീത സംവിധായകൻ ശ്രീ പ്രിൻസ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ഗാനങ്ങൾ ആലപിക്കും. വിപുലമായ ക്രമീകരണങ്ങളാണ് ദേവാലയ കൂദാശയ്ക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. ഫോറം മാളിന് ഓപ്പോസിറ്റായി നാഷണൽ ഹൈവേയോട് ചേർന്ന് വിശാലമായ പാർക്കിംഗ് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ദേവാലയത്തിലേക്ക് വരുന്ന എല്ലാ വഴികളിലും പാർക്കിംഗ് സൗകര്യമുണ്ട്. ആംബുലൻസോട് കൂടിയ മെഡിക്കൽ ടീം ദേവാലയത്തിൻ്റെ മുറ്റത്ത് പ്രവർത്തന നിരതരായിരിക്കും. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ദേവാലയ കൂദാശയുടെ അവസാനഘട്ട ഒരുക്കങ്ങൾ നടക്കുന്നു. ഏവരെയും വിശുദ്ധ ജാനയുടെ ഈ മധ്യസ്ഥ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2007 വിശുദ്ധ ജാനയുടെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ആദ്യ ദേവാലയം മരടിൽ സ്ഥാപിതമായത്. താൽക്കാലിക ദേവാലയത്തിലാണ് അന്ന് ഇടവകയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇടവകയിലെ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും താൽക്കാലിക ദേവാലയത്തിന്റെ കാലപ്പഴക്കവും പുതിയ ദേവാലയ നിർമ്മാണത്തിന് കാരണമായി. താഴെ പാരിഷ് ഹാളും മുകളിൽ ദേവാലയവുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദേവാലയത്തിലേക്ക് ലിഫ്റ്റ്, റാമ്പ് സൗകര്യങ്ങളുണ്ട്. ഇടവകാംഗമായ പ്രശസ്ത ആർക്കിടെക്ട് ശ്രീ ലാലിച്ചൻ സക്കറിയയാണ് ദേവാലയത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചിട്ടുള്ളത്. കൂദാശ കർമ്മങ്ങൾ ഏകം TV തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്. നന്ദി.